ടോർച്ചൊന്നും കഴിച്ചേ. അയ്യോ ഈ പൈപ്പിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ല, സാക്ഷാൽ അണലിയാണ്. രാവിലെ ഒരു 5:30 മണിയായപ്പോഴാണ് ഒരു കോൾ വന്നത്. വീടിൻ്റെ പുറവശത്തായിട്ടൊരു അണലീനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം റെഡിയായി നമ്മുടെ റെസ്ക്യൂ ചെയ്യാനുള്ള കിറ്റൊക്കെ ആയിട്ട് നേരെ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ അടുത്തേ ഉണ്ടായുള്ളൂ. ചെന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞത് വീട്ടിൻ്റെ പുറകിൽ ഒരു പട്ടിയെ കെട്ടിയിട്ടുണ്ട്, ഡാഷ് പട്ടീനെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ പട്ടിയുടെ കുര കേട്ടിട്ട് വീട്ടുകാർ വെളുപ്പിനെ ചെന്ന് നോക്കിയപ്പോഴാണ് മലമ്പാമ്പാണെന്ന് കരുതി അവർ ഫോറസ്റ്റിലേക്ക് വിളിക്കുകയും ചെയ്തത്. വീടിൻ്റെ പട്ടിയുടെ മുമ്പിൽ ഈ പാമ്പ് ഇരിക്കുകയാണ്, വട്ടത്തിൽ ആക്രമിക്കാനുള്ള തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഫോറസ്റ്റുമായിട്ട് വിളിക്കുകയും ആ കോള് അടുത്തുള്ള റെസ്ക്യൂറെ എനിക്ക് കോൾ വരികയും ചെയ്യുന്നു. അധികം സമയം കളയാതെ അവിടെ ചെല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പട്ടി ഇരുന്ന ഭാഗത്ത് നിന്നപ്പോഴൊന്നും ഈ പാമ്പിനെ നമ്മൾ അവിടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ വീട് ചുറ്റും പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെ ഒന്നും പാമ്പിനെ കാണില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പാമ്പിൻ്റെയും അവർ വളരെ ഏറ്റവും ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് പതുങ്ങിയിരിക്കുകയും ചെയ്യും. വീണ്ടും ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു, പാമ്പിനെ കാണില്ല. നല്ല വലിപ്പമുള്ള അണലിയാണ്. ഇപ്പോൾ മേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രസവിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും കുഞ്ഞുങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ അപകടകാരിയാണ് ഈ അണലി എന്ന് പറയുന്നത്. മറ്റു പാമ്പുകളേക്കാൾ വളരെ വേഗതയിൽ അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ വിഷമേറ്റാൽ വളരെ മാരകമായ പരിക്കുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്ന അണലിയാണ്. ഏറ്റവും വലിയ വിഷപ്പുള്ളികളുള്ളതും നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്ന വിഷമാണ് ഇവയ്ക്കുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് അണലിയുടെ കടിയേറ്റിട്ടാണ്. ബാക്കി പാമ്പുകളെല്ലാം അതിൽ താഴെയാണ് വരുന്നത്. ഈ പാമ്പിനെ നമ്മൾ നോക്കിയിട്ടൊന്നും ആദ്യം കണ്ടില്ല കേട്ടോ. വീടിൻ്റെ ചുറ്റുപാട്ടത്തെല്ലാം നോക്കിയിട്ടൊന്നും പാമ്പിനെ നമ്മൾ കണ്ടില്ല. അവസാനം ഞാൻ വീണ്ടും വന്നിട്ട് അവിടെയുള്ള പെട്ടികളും മറ്റുമൊക്കെ മാറ്റി നോക്കി വന്നപ്പോഴാണ് പൈപ്പിൻ്റെ അടിയിൽ ആളിരിക്കണം കണ്ടത്. പിന്നെ നമുക്കധികം സമയം വേണ്ടില്ല, ഓൾറെഡി അതിൻ്റെ അടുത്ത് തന്നെ പൈപ്പും ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ റെസ്ക്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. വെളുപ്പിനെ അപ്പോഴേക്കും ഒരു 6 മണിയാണ്, നേരം വെളുത്ത് വരുന്നുള്ളൂ. ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ അണലിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അണലിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ പതിയിരുന്ന് ആക്രമിക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ചെടിച്ചട്ടികളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കാറിൻ്റെ അടിയിൽ വണ്ടിയുടെ അടിയിലെല്ലാം അണലി ഇരുന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രകോപനം ഇല്ലാതെ തന്നെ ഇത് ആക്രമിക്കുകയും ചെയ്യും. അതാണ് അണലിയുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാനായിട്ടുള്ളത്. വളരെ നമുക്ക് കിട്ടിയ അണലി എന്ന് വെച്ചാൽ വളരെ സൈസ് ഉള്ളതാണ്. അതായത് ഒരു കണ്ടാൽ അവർ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു മലമ്പാമ്പിൻ്റെ വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ അത് തന്നെയുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇത് പൈപ്പിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ വേറെ പൈപ്പ് ഇരിപ്പുന്നുണ്ട്, അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മൾ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവും. അധികം ബുദ്ധിമുട്ടി വന്നില്ല, അവിടെ തന്നെ മൂപ്പിലാൻ തന്നെ പിടിച്ചു. നേരെ ബാഗിലോട്ട് കയറാനുള്ള ശ്രമമാണ് അടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചീറ്റുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. അണലി ചീറ്റുന്ന സൗണ്ട് എന്ന് വെച്ചാൽ ബാക്കി പാമ്പുകളെ വെച്ച് വളരെ സൗണ്ടിലായിരിക്കും. ഭയങ്കര അഗ്രസീവ് ആയി കഴിഞ്ഞാൽ നല്ല ഹിസ്സിങ് സൗണ്ടും ഇങ്ങനെ ശരീരം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയുണ്ട്. ബലൂൺ പോലെ ഇങ്ങനെ വീർപ്പിച്ച് എയർ വിടും. അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കലൂര് പൊറ്റക്കുഴിയിൽ പരിണാമല എന്നുള്ള വഴിയുടെ അകത്തുനിന്നാണ്ട് ഒരു വീട്ടിലാണ് റെസ്ക്യൂ ചെയ്തത് കേട്ടോ. അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ അതിനെ പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ബാഗിലോട്ട് കയറാനുള്ള പരിപാടികളെല്ലാം മൂപ്പിലാൻ തന്നെ ചെയ്തു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. മറ്റേ ചേര അതുപോലുള്ള പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന പോലെ ആണലി വളരെ സൂക്ഷ്മത വേണമെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് റെസ്ക്യൂവിൽ മൂപ്പിലാൻ തന്നെ സഹായിക്കും. ബാഗ് എവിടെയാണോ ഫ്രെയിം എവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓടി അതിലോട്ട് കയറിക്കോളും. അങ്ങനത്തെ കുറേ ഉപകാരങ്ങൾ അണലിയെ കൊണ്ടുണ്ട്. പക്ഷേ ഇതിനെ ബാഗ് കെട്ടുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇത് കെട്ടുന്ന സമയത്തും കടിയേൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. വളരെ അഗ്രസീവായിരിക്കും, ആക്റ്റീവായിരിക്കും അണലി. നമ്മൾ വളരെ നോക്കുന്ന സമയത്ത് വളരെ കൂളായിട്ടിരിക്കും. പക്ഷേ അടുത്തെത്തുന്ന നേരത്ത് ചാടി കടിക്കുകയും ചെയ്യും. അതാണ്. അപ്പോൾ ബാഗ് കെട്ടുന്ന സമയത്തും വളരെ ക്ഷമയും വേണം, സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അവിടുത്തെ റെസ്ക്യൂ കഴിഞ്ഞിട്ട് വെളുപ്പിനെ 6-10 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു, എല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.